നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാശുണ്ടായിട്ടും കറണ്ട് ബില്ല് അടയ്ക്കില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ KCBക്ക് ചെയ്യാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഫ്യൂസ് ഊരുക. എന്നാൽ എല്ലാവരുടെയും ഫ്യൂസ് ഊരുന്ന MVDയെ തന്നെ KCB പൂട്ടി എന്ന് പറയുമ്പോൾ അതിലൊരു പരിഹാസവും വിരോധാഭാസവും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനത്തെ പോലും താളം തെറ്റിച്ചുകൊണ്ടാണ് KCBയുടെ ഫ്യൂസ് ഊരലുണ്ടായത്. ഇരുട്ടത്തിരുന്ന് ഫോൺ വെളിച്ചത്തിലിരുന്ന് പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളടക്കം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൻ്റെ പ്രവർത്തനത്തെ തന്നെ അപ്പാടെ നിലയ്ക്കുന്ന രീതിയിലേക്ക്, ഇതിനേറെ പറയുന്നു AI ക്യാമറകളുടെ നിരീക്ഷണവും സാങ്കേതിക സംവിധാനങ്ങളും ഒരുക്കുന്ന ഓഫീസിൻ്റെ പ്രവർത്തനം ഇരുട്ടിലാക്കുകയാണ് KCB ചെയ്തത്. ഇത്രയും ആനപ്പക വേണമോ എന്ന ചോദ്യം MVD ഉദ്യോഗസ്ഥർ ഉയർത്തിയപ്പോൾ തിരിച്ചടയ്ക്കാനുള്ള പണത്തിൻ്റെ കണക്കാണ് KCB നിരത്തിയത്. ഏകദേശം 3.25 ലക്ഷം രൂപ KCBക്ക് പിരിഞ്ഞു കിട്ടാനായിട്ടുണ്ട്. 2.5 കോടിയിലധികം മാസവരുമാനമുള്ള എൻഫോഴ്സ്മെൻറ്റ് ഓഫീസാണ് ഇത്തരത്തിൽ KCBയെ പറ്റിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വകുപ്പിൻ്റെ ആകെയുള്ള 5 ഇലക്ട്രോണിക് വാഹനങ്ങളും ചാർജ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകളുടെ പ്രവർത്തനവുമൊക്കെ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് നിശ്ചലമായിരിക്കുന്നു. EV കാറുകളായതുകൊണ്ട് ചാർജ് ചെയ്യാതെ പുറത്തിറങ്ങാനും കഴിയില്ല. 1.5 ലക്ഷം രൂപ കുടിശ്ശികയുണ്ടെന്നും ഇനി ഈ മാസത്തെ കറണ്ട് ബിൽ ഉൾപ്പെടെ ഏകദേശം 70,000 രൂപയ്ക്ക് അടുത്ത് തിരിച്ചടയ്ക്കാനുണ്ടെന്നുമാണ് KCB പറയുന്നത്. പണമടയ്ക്കാതെ വന്നാൽ എന്ത് ചെയ്യാൻ? സാധാരണക്കാരെന്ന് മാത്രമല്ല, സർക്കാർ ഓഫീസായിരുന്നാലും KCB ഫ്യൂസ് ഊരും എന്ന് തന്നെയാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഫ്യൂസ് ഊരിയതോടെ പാലക്കാട് ജില്ലയിലെ 6 താലൂക്കുകളിലായി സ്ഥാപിച്ച 47ഓളം AI ക്യാമറകളുടെ നിരീക്ഷണ സംവിധാനം കൂടിയാണ് ഒരൊറ്റ ദിവസം കൊണ്ടില്ലാതായത്. അതോടെ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുന്ന പരിപാടിയും MVDക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. മാസം 2.5 കോടി രൂപയുടെ വരുമാനം സർക്കാരിന് കൊടുക്കുന്ന ഒരു ഓഫീസാണ് കേവലം 50,000 രൂപ വൈദ്യുത ബില്ല് അടയ്ക്കാനായി എടുക്കാനില്ലാത്തത്. അങ്ങനെ ഓഫീസ് ഇരുട്ടിലുമായി. നേരത്തെ ഓഫീസ് മെയിൻ്റനൻസ് ചുമതലയുള്ള കെൽട്രോൺ അടച്ചിരുന്ന വൈദ്യുതി ബില്ല് കഴിഞ്ഞ വർഷം ജനുവരി മുതലാണ് മോട്ടോർ വാഹന വകുപ്പിലേക്ക് കൈമാറിയത്. ആദ്യം സംസ്ഥാന ഫിനാൻസ് വകുപ്പിന് കൈമാറിയ ബില്ല് കൃത്യമായി തന്നെ അടച്ചു പോന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കുടിശ്ശികയായി. നവംബർ മാസം മുതൽ 1 രൂപ പോലും അടയ്ക്കാത്ത അവസ്ഥയായി. കഴിഞ്ഞ മാസവും ട്രാൻസ്പോർട്ട് കമ്മീഷൻ മുഖേന ഫിനാൻസ് വിഭാഗത്തിന് ബില്ല് കൊടുത്തു. പക്ഷേ ഇതുവരെയും ആ പണം KCBക്ക് കൈമാറിയിട്ടില്ലെന്നാണ് RTO പറയുന്നത്. കഴിഞ്ഞ 2-ാം തീയതിയാണ് വൈദ്യുതി വകുപ്പ് മരുത് റോഡ് സെക്ഷൻ ഉദ്യോഗസ്ഥരെത്തി കൂട്ടുപാതയിലെ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിന് മുന്നിലെത്തി കടുങ്കൈ കാട്ടിയത്. ഫ്യൂസ് ഊരിക്കളഞ്ഞു. നവംബർ ഡിസംബർ മാസങ്ങളിലെ ബിൽ തുക എന്ന് പറയുന്നത് ആകെ അടയ്ക്കേണ്ടി വരുന്നത് 55,476 രൂപയാണ്. ഒരു മാസം കൂടുമ്പോഴാണ് ബില്ലടയ്ക്കേണ്ടത്. നവംബർ മാസം കുടിശ്ശികയായി. അന്ന് തന്നെ KCB അധികൃതർ മുന്നറിയിപ്പ് കൊടുത്തു. ഡിസംബർ മാസവും കുടിശ്ശികയായി. അങ്ങനെയും KCB അധികൃതർ കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തു. അങ്ങനെ ആകെ അടയ്ക്കേണ്ട തുക 1.5 ലക്ഷം കടന്നു. പിന്നീടാകട്ടെ ക്ഷമിച്ചിരിക്കാൻ KCBക്ക് കഴിഞ്ഞില്ല. 1-2 രൂപയല്ല, 50,000-ന് മുകളിലാണ്. KCB ഉദ്യോഗസ്ഥർ നേരിട്ട് MVD ഓഫീസിലെത്തി മുന്നറിയിപ്പും ഔദ്യോഗിക നോട്ടീസും കൊടുത്തു. എന്നിട്ടും ബില്ലടയ്ക്കാതിരുന്നപ്പോൾ മറ്റു മാർഗമില്ലാതെ 2-ാം തീയതി എത്തി ഫ്യൂസ് ഊരി. അതിനൊപ്പം ജനുവരി മാസത്തെ ഉപയോഗത്തിനുള്ള 23,332 രൂപയുടെ ബില്ല് കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആകെ 50,000-ഉം 23,000-ഉം 78,903 രൂപ. ഇതടച്ചില്ലെങ്കിൽ ഇനി കറണ്ട് കിട്ടില്ല എന്ന് സാരം. KCB മരുത് റോഡ് സെക്ഷൻ ഓഫീസിന് ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നും പറയുന്നു. ജനുവരി 24-നാണ് ഈ തുക അടയ്ക്കേണ്ട അവസാന തീയതി. ഒരുപാട് സാവകാശം കൊടുത്തു, ഒട്ടനവധി മുന്നറിയിപ്പ് കൊടുത്തു. എന്നിട്ട് പോലും വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടാകാതെ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ MVDയുടെ ഭാഗത്തു നിന്നുമുണ്ടായ അനാസ്ഥ തന്നെയാണ് ഈ ഒരു കടുങ്കയിലേക്ക് തങ്ങളെ നയിച്ചതെന്നാണ് മരുത് റോഡ് KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുന്നത്. അതേസമയം പുതുവർഷത്തിലാകട്ടെ സർചാർജുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ഉയർന്നു കേട്ടിരുന്നു. ജനങ്ങൾക്ക് മേൽ സർചാർജ് KCB അടിച്ചേൽപ്പിച്ചു എന്നൊരു പ്രചാരണമായിരുന്നു ഉയർന്നു കേട്ടത്. എന്നാൽ അതിലൊരു വിശദീകരണം KCB നൽകുന്നു. ഈ പ്രചാരണം തികച്ചും വാസ്തവവിരുദ്ധമെന്നാണ് KCB പറയുന്നത്. ഇന്ധന സർചാർജ് എന്ന പേരിൽ KCB പുതുതായി ഒരു തുക ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്നു എന്ന തരത്തിലാണ് പ്രചാരണങ്ങൾ ഉണ്ടായത്. തികച്ചും വസ്തുതാവിരുദ്ധമായ പ്രചാരണം. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിൻ്റെ ചട്ടങ്ങളനുസരിച്ച് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ താരിഫ് റെഗുലേഷൻ 87-ാം ചട്ടം പരിഷ്കരിച്ചുകൊണ്ട് 2023 മെയ് 29-ന് പുറപ്പെടുവിച്ച നിബന്ധനയനുസരിച്ച് ഏപ്രിൽ 2023 മുതൽ ഇന്ധന വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കാരണം വൈദ്യുതി വിലയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ യൂണിറ്റിന് പരമാവധി 10 പൈസ വരെ ഇന്ധന സർചാർജായി പ്രതിമാസം ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ
വിതരണ ലൈസൻസുകളെ അനുവദിച്ചുകൊണ്ട് നേരത്തെ തന്നെ വ്യവസ്ഥ ചെയ്തതാണ്. അതനുസരിച്ചാണ് 2025 നവംബർ മാസത്തിൽ വൈദ്യുതി വാങ്ങാൻ KSEBിക്ക് അധികമായി ചിലവായ 18.5 കോടിയോളം രൂപ 2026 ജനുവരി മാസത്തിൽ ദ്വൈമാസ ബില്ലിംഗ് ഉപഭോക്താക്കളിൽ നിന്നും യൂണിറ്റിന് 7 പൈസയും പ്രതിമാസ ബില്ലിംഗ് ഉപഭോക്താക്കളിൽ നിന്നും യൂണിറ്റിന് 8 പൈസയും നിരക്കിൽ ഇന്ധന സർചാർജായി ഈടാക്കുന്നത്. 1000 വാട്ട്സ് കണക്ട് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗവുമുള്ളതുമായിട്ടുള്ള ഗാർഹിക ഉപഭോക്താക്കളെ ഇന്ധന സർചാർജിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഏകദേശം 11 ലക്ഷം ഉപഭോക്താക്കൾക്ക് ഈ ഇളവ് കിട്ടും. 2005 ഡിസംബറിൽ എല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കും 5 പൈസ യൂണിറ്റിന് ആയിരുന്നു ഇന്ധന സർചാർജായി കൊടുക്കേണ്ടിയിരുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഇത് 10 പൈസ ഒരു യൂണിറ്റിന് എന്ന രീതിയിൽ മാറി. 100 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു ദ്വൈമാസ ബില്ലിംഗ് ഉപഭോക്താവിന് കേരളം 2 രൂപ മാത്രമാണ് ഈ മാസത്തെ ബില്ലിൽ അധികമായി കൊടുക്കേണ്ടി വരുന്നത്. വ്യാജ പ്രചാരണങ്ങളാണ്, അതിൽ വഞ്ചിതരാകരുതെന്നും KSEB ഇതോടൊപ്പം പറയുന്നു. ന്യൂസ് ഡെസ്ക്, നെടുമങ്ങാട്.